ഹലോ ഗൈസ്, ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് DNH സ്റ്റോറേജ് എന്ന മൈനിങ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മുന്നേ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ മൈൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടാസ്കിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ബെനിഫിറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു DNH സ്റ്റോറേജിൻ്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. സോ കഴിഞ്ഞ ദിവസം ബെസ്റ്റ് ബ്ലോക്ക് ചെയിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാർഡ് ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ നോഡ് വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈൻ ചെയ്തിട്ട് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മൈനിങ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം അതെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. സോ DNH സ്റ്റോറേജിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് ഇനി മൈൻ ചെയ്ത് ഇനി അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇവിടെ കണ്ട സ്കാനർ ടു ഏൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പോയിന്റ്സ് അതിൽ BN എന്ന് കാണാം. സോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് മുകളിലുള്ള നിങ്ങളുടെ ടോട്ടൽ ബാലൻസിൽ ആഡ് ആവും. ഇതാണ് ഒരു മൈനിങ് സെറ്റപ്പ് എന്ന് പറയുന്നത്. താഴെ ഒരു ടൈമിംഗ് പോകുന്നത് കാണാം. അത് ഏകദേശം 0 ആയി കഴിഞ്ഞാൽ നമുക്ക് മൈൻ ചെയ്യാനുള്ള ഒരു സമയമായി എന്നർത്ഥം. സോ ഈ ഒരു സ്റ്റോറേജ് ഫുൾ ആയി കഴിഞ്ഞാലാണ് മൈനിങ് സ്റ്റോപ്പ് ആവുന്നത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റോറേജ് ഇങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കും. ആപ്ലിക്കേഷന് താഴെ വന്നു കഴിഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ DNH ടാസ്ക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെയിലി ടാസ്ക് ഉണ്ട്. സോ ഒരു ദിവസം 5 തവണ നിങ്ങൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം റിവാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളാവും. സോ ഒരു ദിവസം 10 തവണ നിങ്ങൾ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആ ഒരു സ്റ്റോറേജും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. സോ ഇത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സ്റ്റോറേജ് ഇവിടെ ഫുള്ളായിട്ട് കാണിക്കും. സോ നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് ആണ് കിട്ടുന്നത് ആ ഒരു സ്റ്റോറേജ് ഫുള്ളായിട്ട് തന്നെ കാണിക്കും. അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പോയിന്റ്സ് നിങ്ങളുടെ മെയിൻ ബാലൻസിൽ ആഡ് ആവും. ഈ ഒരു ടാസ്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്ന ടാസ്ക് ആണ്. സോ ഇനി ടാസ്ക് ഫ്രം സ്റ്റോറേജ് ക്ലയൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് പുതിയൊരു ഓപ്ഷന്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നോർമലി ഒരു പ്രീവിയസ് ടാസ്കിൽ പീക്കിൻ്റെ ഒരു ടാസ്ക് വന്നിരുന്നു. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഗ്രൂപ്പിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇനി സമയമുണ്ടോ എന്ന് അറിയില്ല, സമയം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. സോ ഇപ്പം നിലവിലുള്ള ടാസ്ക് എന്നുള്ളത് റിയാക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക് ആണ്. ഏകദേശം $6000 വർത്തായിട്ടുള്ള ടാസ്ക് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. നിലവിൽ $256 വർത്തായിട്ടുള്ള ടോക്കൺസ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഏകദേശം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 13 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. സോ ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് റീപോസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഓപ്പൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ട്വിറ്റർ പേജിലോട്ടാവും പോകുന്നത്. ഇവിടെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നേരെ റീപോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ബാക്ക് വരിക, ചെക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ആ ഒരു പോയിന്റ്സ് നമ്മുടെ ടോട്ടൽ ബാലൻസിൽ ആഡ് ആയിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ആഡ് ടു പോർട്ട്ഫോളിയോ ആൻഡ് ലോഗിൻ, അതായത് നിങ്ങൾ കോയിൻഗീക്കോ എന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോയിൻഗീക്കോയിൽ പോകും. ആഡ് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ബാക്ക് വന്നിട്ട് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് ആഡ് ആവും. സോ നെക്സ്റ്റ് സ്റ്റഡി ദ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. വാച്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബിലോട്ട് ഏകദേശം ഒരു 1 മിനിറ്റ് ആയുള്ള ഒരു വീഡിയോയിലോട്ട് പോകും. അത് ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് ബാക്ക് വരിക, എന്നിട്ട് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാവും ഫുൾ റീചാർജ് എന്നുള്ള ഓപ്ഷനാണ്. അതായത് നിങ്ങളുടെ ആ ഒരു മൈനിങ് സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ടാവും. അതായത് ഈ ഒരു ടാസ്ക് എല്ലാം കഴിഞ്ഞ് 3 ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഉണ്ട് സ്കാനറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ സ്റ്റോറേജ് ഇവിടെ ഫുൾ ആയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാലൻസ് മൊത്തം നമ്മളുടെ ടോട്ടൽ ബാലൻസിൽ ആഡ് ആവും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു DNH സ്റ്റോറേജിൽ നിലവിലുള്ള മൈനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. എൻ്റെ ടോട്ടൽ ബാലൻസ് മുകളിൽ കാണാൻ പറ്റും. ചെക്ക് യുവർ എലിജിബിലിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എയർ ഡ്രോപ്പിനുള്ള എലിജിബിലിറ്റി ആവാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഡെയിലി കൂടുതൽ പോയിന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് മൈൻ ചെയ്തിട്ട് കൂടുതൽ പോയിന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റേജ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് വെച്ചിട്ട് ഈ ഒരു സ്റ്റേജ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്കാനറ്റ് ഏൺ എന്നുള്ള ഈ ഒരു മൈനിങ് സിസ്റ്റം ഒറ്റ മൈനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ പോയിന്റ് വെച്ചിട്ട് ഈ ഒരു അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മുകളിലുള്ള വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡും കാര്യങ്ങളൊക്കെ ആ ഒരു വാലറ്റിൽ ആഡ് ആവുന്നതും കാണാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൈനിങ് ആപ്ലിക്കേഷനിൽ നിലവിൽ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം.